ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിൽ ഒരു ബാർകോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എക്സലിൽ മാത്രമല്ല, വേർഡിലും നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ് ബാർകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും അതിൽ ബാർകോഡ് തന്നിരിക്കുന്നു. കുറേ നമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെ ലെറ്റേഴ്സൊക്കെ ആയിട്ടാണ് ബാർകോഡ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എക്സലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എക്സൽ ഓപ്പൺ ചെയ്യുക. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട കോളംസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്പേഴ്സായിട്ട് നമ്മൾ കൊടുക്കുക. ഈ നമ്പേഴ്സാണ് നമ്മൾ ബാർകോഡായിട്ട് സെറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് താഴേക്കും കുറച്ച് നമ്പേഴ്സും കൂടെ നമുക്ക് വേണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിനെ സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാ കോളംസും നമുക്ക് കുറച്ചും കൂടെ വലുതാക്കണം. അപ്പോൾ ഒരുപോലെ വലുതാക്കാനുള്ള ഒരു വഴി, സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ വരിക. ഫോർമാറ്റിൽ വന്ന് റോ ഹൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 15 ഇപ്പോഴത്തെ റോ ഹൈറ്റ് വരുന്നത്. അത് ഞാനൊരു 60 ആക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും വലുതായിട്ട് നമുക്ക് കിട്ടി. ഇനി അതിനെ നമുക്ക് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കിയിട്ട് കൊടുത്തു. ബോർഡർ വേണമെങ്കിൽ ബോർഡറും കൂടെ കൊടുക്കാം. ഇവിടെ ഓൾ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ബോർഡറും കൂടെ കൊടുക്കുക. ഇതിനാണ് നമ്മളിനി ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാർകോഡിൻ്റെ ഒരു ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ബാർകോഡ് ഫോണ്ട് നമ്മൾ സാധാരണ ഇതിൽ ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന ഫോണ്ടിൽ സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ഒരു ഫോണ്ടിൻ്റെ സെക്ഷനിൽ അത് വരാറുള്ളൂ. അതെങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഇതിൽ വന്ന് ഗൂഗിളിൽ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് എടുക്കാനുള്ള ഒരു സൈറ്റ് DA ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ DA ഫോണ്ട് ബാർകോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണ്ട് ബാർകോഡ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നമ്മൾ വരും. ആ സൈറ്റിൽ വന്നതിന് ശേഷം താഴെ ഡിങ്ക്ബേറ്റ്സ് ബാർകോഡ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ബാർകോഡിൻ്റെ ഫോണ്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാണോ ആവശ്യം, ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ അത്രയും നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പല ഫോർമാറ്റിലുള്ളതാണ് ഇവിടെ വരുന്നത്. നമ്പേഴ്സും ലെറ്റേഴ്സും കൂടെ ഉള്ളതുണ്ട്, ലെറ്റേഴ്സ് മാത്രം ഉള്ളതുണ്ട്, നമ്പേഴ്സ് മാത്രം ഉള്ളതുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതൊന്നും ഏതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ള ബാർകോഡ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ബാർകോഡിൻ്റെ ഫോർമാറ്റ്, ഈ ഒരു ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് സെലക്ട് ചെയ്യണു. ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നമ്മുടെ ബാർകോഡിൻ്റെ ഫോണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊരു സിപ്പ് ഫയലായിട്ടാണ് വരിക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ഇൻ ഫോൾഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫോൾഡറിലാണോ അത് വരുന്നത് കാണിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫയൽ വന്നിട്ടുള്ളത്. ഈ ഫയലിന് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് സിപ്പ് ഫയലാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ എന്നുള്ളത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുതിയ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആവും. ഇനി നമ്മൾ ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഫോണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. C39 HRP 48 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കും. നമ്മളിതിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഫോണ്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മളിത് ക്ലോസ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ പേജിലേക്ക് വരികയാണ്. എക്സലിൻ്റെ പേജിൽ നമ്മൾ വന്നു. എക്സലിൻ്റെ പേജിൽ വന്നതിന് ശേഷം ഈ ഒരു നമ്പേഴ്സിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ബാർകോഡായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് ഈ നമ്പറിനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഫോണ്ടിൽ തിരിച്ചു വരിക. ഫോണ്ടിൽ വന്നതിന് ശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫോണ്ട് കാണിക്കുന്നുണ്ട്, കണ്ടു. ബാർകോഡിൻ്റെ ഫോർമാറ്റിൽ ഇവിടെ ഫോണ്ട് കാണിക്കുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ
അതും നമുക്കിവിടെ കാണാൻ പറ്റും. ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പോൾ ഒരു ഫോണ്ട് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ വെച്ചാൽ അത് മാത്രം നോക്കിയാൽ മതി. അതല്ല ഒന്നിൽ കൂടുതലുണ്ടെങ്കിലാണ് നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ബാർകോഡിൻ്റെ ഫോണ്ട് ഇവിടെ തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മൾ കൊടുത്ത ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഫോർമാറ്റിൽ നമുക്ക് ഫോണ്ട് കിട്ടും. അപ്പോൾ ഇനി ഏതിനൊക്കെയാണോ നമുക്കതുപോലെ വേണ്ടത് അതിനെ നമ്പേഴ്സ് കൊടുത്ത് നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടുതൽ നമ്പർ വരുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ജനറൽ എന്ന ഓപ്ഷനിൽ വന്ന് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര നമ്പേഴ്സ് കൊടുത്താലും അതിൽ മാറ്റം വരില്ല. സെലക്ട് ചെയ്യുക, വീണ്ടും ഇവിടെ വന്ന് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഇനി ഒരു കള്ളിയിൽ നമുക്ക് നമ്പേഴ്സ് കൊടുക്കണം, ബാർകോഡ് നമുക്ക് കൊടുക്കണം. ഇവിടെ ആയിട്ടാണ്, ഇപ്പുറത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാർകോഡ് നമുക്ക് വരേണ്ടത്. ബാർകോഡ് ഇവിടെ കാണിച്ചാൽ മതി, നമ്പേഴ്സ് ഇവിടെ വരണം, ബാർകോഡ് ഇതിൽ വരണം. ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈക്വൽ ഡബിൾ കോഡ്സ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വീണ്ടും ഡബിൾ കോഡ്സ്, ആൻഡ് എന്ന് പറയുന്ന ചിഹ്നം. ഇനി ഈ ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുക, വീണ്ടും ആൻഡ് എന്നുള്ള ചിഹ്നം, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, വീണ്ടും ഡബിൾ കോഡ്സ് ഇടുക. ഇനി നമ്മളിത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരും. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമ്മൾ വീണ്ടും ഈ ബാർകോഡിൻ്റെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സലിൽ ബാർകോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്പേഴ്സും ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ തന്നെ ഇപ്പുറത്തേക്കും കോപ്പി ചെയ്തിടുക. ഈ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യണു. എന്നിട്ട് ഇതിന് മാത്രം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാർകോഡ് ഫോണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബാർകോഡിലെ നമ്പേഴ്സിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്പേഴ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡിൽ ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ എക്സലിൽ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്.